വളരെ മനോഹരമായ പ്രകൃതി രമണീയമായൊരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഒമാനിലെ സലാലയിലെ ഐൻ റസാത്ത് എന്ന ടൂറിസ്റ്റ് സ്പോട്ടാണിത്. ഇവിടെ ധാരാളം സഞ്ചാരികൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാലത്തിന് ഖരീഫ് കാലം എന്നാണ് പറയുക. ഇവിടെ മഴ പെയ്യുന്ന കാലമാണ്. നമുക്കിവിടെ കണ്ടാലറിയാം, കോടമഞ്ഞുണ്ട്, പച്ചപ്പുണ്ട്, തണുപ്പുണ്ട്, ചാറ്റൽ മഴയുണ്ട്, മനോഹരമായ ജലപ്രവാഹമുണ്ട്. ഇതിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളെ കാണാൻ പറ്റും. ഇത്തരം ഈ മനോഹാരിത കണ്ടാസ്വദിക്കാനും ഈ പ്രകൃതി വിസ്മയങ്ങളിൽ മനം നിറഞ്ഞ് മനസ്സും ശരീരവും കുളിർത്ത് പോകാനൊക്കെ വേണ്ടിയിട്ട് ധാരാളം ആളുകൾ ഒമാൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തുന്നുണ്ട്. ഒമാൻ്റെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ നല്ല ചൂടുള്ള ഒരു സമയമാണിത്. 50 ഡിഗ്രി സെൽഷ്യസ് 48 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഉള്ള ചൂടിൽ നിന്ന് മനുഷ്യർ ഉരുകി വിയർത്തൊലിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇവിടേക്ക് ഈ സലാലയുടെ പച്ചപ്പിലേക്ക് പറന്നിറങ്ങുന്നത് ഇത്തരത്തിലുള്ള മനോഹരമായ സ്ഥലങ്ങളിൽ അവരുടെ ഈ അവധിക്കാലം ചെലവഴിക്കാനാണ്. സലാലയെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇങ്ങനെ മനോഹരമായ പ്രശാന്തസുന്ദരമായ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിൽ മനസ്സ് നിറഞ്ഞ് ഇവിടുത്തെ പ്രകൃതി വിസ്മയങ്ങളിൽ ആസ്വദിച്ച് ഇതിലൊക്കെ ഒരു നിർവൃതി കണ്ടെത്തി തിരിച്ചു പോകാനാണ്. നമ്മുടെ നാട്ടിലെ വയനാട് പോലെയൊക്കെയുള്ള മനോഹരമായ ധാരാളം സ്ഥലങ്ങളുണ്ട്. എന്നാൽ അത്തരത്തിൽ ഗൾഫിൽ ഇതുപോലത്തെ സ്ഥലങ്ങൾ വേറെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഇവിടെ ഒരു ചുരുങ്ങിയ സ്ഥലത്താണെങ്കിൽ പോലും കേരളത്തിലെ പ്രകൃതിയോട് സാമ്യതയുള്ള ഒട്ടേറെ സ്ഥലങ്ങളുണ്ട്. അവിടെ ഇങ്ങനെ ജലപ്രവാഹങ്ങൾ കാണാൻ പറ്റും. ആ ജലപ്രവാഹങ്ങളിൽ മത്സ്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി ധാരാളം മലയാളികൾ ഉൾപ്പെടെയുള്ള മനുഷ്യർ ഇത് വന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇവിടെ ഗുഹകളുണ്ട്, പാർക്കുകളുണ്ട്, പിന്നെ ഇവിടേക്ക് മനോഹരമായിട്ടുള്ള പാതകളുണ്ട്. എല്ലാം കൊണ്ടും മനസ്സും ശരീരവും കുളിർക്കുന്ന പ്രശാന്ത സുന്ദരമായ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരവസ്ഥയാണിത്. ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമുക്കൊക്കെ ഒഴിവ് സമയങ്ങളിൽ ഇത്തരം സ്ഥലങ്ങളൊക്കെ വന്ന് ഒന്ന് മനസ്സും ശരീരമൊക്കെ ഒന്ന് തണുപ്പിച്ചിട്ട് പോകണം. സംഘർഷങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ, അതുപോലെ നമ്മുടെ ജോലി സംബന്ധമായ സ്ട്രെസ്സുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു ആശ്വാസം തേടാൻ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് സമയം ചെലവഴിക്കുന്നതുകൊണ്ട് സാധിക്കുമെന്നുള്ളതിൽ ആർക്കും തർക്കം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഏതായാലും സന്തോഷം. മറ്റൊരിക്കൽ കാണാം. അസ്സലാമു അലൈക്കും.